നമസ്കാരം, ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 2025 മീനമാസത്തിൽ ചിങ്ങൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. ഇടവത്തിൽ ഗുരു, മിഥുനത്തിൽ ചൊവ്വ. ഏപ്രിൽ 3 ചൊവ്വ കർക്കിടകത്തിലേക്ക് രാശി മാറും. കന്നിയിൽ സിഹി, കുംഭത്തിൽ ശനി. മാർച്ച് 29 ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. മീനത്തിൽ രവി, ബുധൻ, ശുക്രൻ, സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത്. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ജന്മരാശ്യാധിപനായ സൂര്യൻ മീനമാസത്തിൽ ചിങ്ങൻ രാശിയുടെ അഷ്ടമഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 8 സഞ്ചരിക്കുന്ന സൂര്യൻ അപമാനമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എതിരാളികളുമായി വാക്കുതർക്കത്തിന് പോകാതിരിക്കാൻ ശ്രമിക്കണം. ഗവൺമെൻറ്റിൽ നിന്നും പ്രതികൂല അനുഭവങ്ങളും ഭാര്യാകോപവും ഉണ്ടാകാം. ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡ്രൈവിംഗ് സൂക്ഷിക്കണം. പിതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. 10ാം ഭാവാധിപനായ ശുക്രൻ ഉച്ചസ്ഥനായി അഷ്ടമത്തിൽ നിൽക്കുന്നു. കർമ്മരംഗത്തെ പരിവർത്തനങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. തൊഴിൽ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത പ്രമോഷനുകളും സാമ്പത്തിക അഭിവൃദ്ധിയുമാണ് ഇത് കാണിക്കുന്നത്. 8 നിൽക്കുന്ന ശുക്രൻ സുഖവൃദ്ധിയും ദുഃഖശാന്തിയും സാമ്പത്തിക നേട്ടങ്ങളും ആർഭാട ജീവിതവുമാണ് നൽകുന്നത്. 7ാം ഭാവാധിപനായ ശനി 8ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6ാം ഭാവാധിപൻ കൂടിയായ ശനി 8 നിൽക്കുമ്പോൾ വിപരീത രാജയോഗമാണ് സംഭവിക്കുന്നത്. ഇത് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ കൊടുക്കും. ഷെയർ ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം. ദമ്പതികൾക്ക് വലിയ കുഴപ്പമില്ല. തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. 5ാം ഭാവാധിപനായ ഗുരു 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അനുകൂലതയാണ് നൽകുന്നത്. വിദ്യാവിജയം ഉറപ്പാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണിത്. കോമ്പറ്റീഷൻ ടെസ്റ്റുകളിൽ ഉന്നത വിജയം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്കും സമയം മെച്ചമാണ്. 11-2 ഭാവാധിപനായ ബുധൻ നീചഭംഗ രാജയോഗത്തോടു കൂടിയാണ് 8ാം ഭാവത്തിൽ നിൽക്കുന്നത്. 8ലെ ബുധൻ വിദ്യ കൊണ്ട് കീർത്തിയും സർവരാലും ആദരവും നൽകുന്നു. ഇവയെല്ലാം ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അനുഗ്രഹങ്ങൾ നൽകും. പ്രണയിക്കുന്നവർ സൂക്ഷിക്കണം. പങ്കാളി ചതിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 2ലെ കേതു ധനനഷ്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അനാവശ്യ സംസാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. പക്ഷേ ഗുരു, ശുക്രൻ, ബുധൻ, രവി, രാഹു എന്നീ ഗ്രഹങ്ങൾ ചിങ്ങക്കൂറുകാരുടെ 2ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇവയെല്ലാം പെട്ടെന്നുള്ള ധനവരവിനെയാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികം സൂക്ഷിച്ചു വയ്ക്കണം. 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ കാര്യങ്ങളിൽ വിജയവും ആരോഗ്യവും സന്തോഷവും വസ്ത്രാദിലാഭവും നൽകും. ഭൂമി വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ്. ലാഭം ലഭിക്കും. 8ലെ സർപ്പൻ്റെ സ്ഥിതി സൂക്ഷിക്കണം. യാത്രകളും മറ്റും ശ്രദ്ധിക്കണം. 2025 മാർച്ച് 29 ശനി 7ാം ഭാവത്തിൽ നിന്നും 8ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. അഷ്ടമഭാവത്തിലേക്ക്. മനക്ലേശങ്ങളും ധനക്ലേശങ്ങളും യാത്രാക്ഷീണവും ഭയവും പരദേശവസവും കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മയുമാണ് 7ലെ ശനി 2.5 വർഷമായി ചിങ്ങക്കൂറുകാർക്ക് നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ അഷ്ടമത്തിലേക്ക് സഞ്ചരിക്കുന്ന ശനി രോഗങ്ങളും സന്താന ദുഃഖങ്ങളും എല്ലാ കാര്യങ്ങളിലും പരാജയവുമാണ് സാധാരണമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുകയില്ല. കാരണം ശനി ചിങ്ങൻ രാശിയുടെ 6ാം ഭാവാധിപനാണ്. 6ാം ഭാവാധിപൻ 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം രാജയോഗമാണ്, വിപരീത രാജയോഗമാണ് നൽകുന്നത്. ഇത് വളരെ ഗുണപ്രദമായ ഒരു യോഗമാണ്. അങ്ങനെ ശനി, സൂര്യൻ, സിഹി, സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത്. ദോഷപരിഹാരങ്ങൾക്കായി ശിവന് ജലധാരയും ഗണപതിക്ക് പൂജയും ശാസ്താവിന് നീരാഞ്ജനവും നടത്തുക. ദോഷങ്ങൾ മാറിക്കിട്ടും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.